Hello friends, ഇന്നത്തെ ടോപ്പിക്കാണ് എഞ്ചിനീയറിംഗ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് കോസ്റ്റ്. A production function shows a technological relationship between inputs and outputs. അതായത് ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എത്രത്തോളം ഇൻപുട്സ് വേണ്ടി വരും, എടുക്കുന്ന ഇൻപുട്സിന്റെ അളവ് അനുസരിച്ച് എത്രത്തോളം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ഇത്തരത്തിൽ എടുക്കുന്ന ഇൻപുട്സിനെ ഔട്ട്പുട്ടിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഈ പ്രോസസ്സിനെ ഒരു ഫംഗ്ഷണൽ ഫോർമാറ്റ് ആക്കി എഴുതുമ്പം അതൊരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആയി മാറും. ഇപ്പൊ സപ്പോസ് ക്യൂ ഇസ് ദ ഫംഗ്ഷൻ ഓഫ് എൽ, കെ ആൻഡ് ടി എന്നുള്ള രീതി എഴുതുവാണെങ്കിൽ എത്ര പ്രൊപ്പോർഷൻ ഓഫ് ലേബർ, എത്ര പ്രൊപ്പോർഷൻ ഓഫ് ക്യാപിറ്റൽ ആൻഡ് എന്ത് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്ര ലെവൽ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, അതിനെ ഒരു ഫംഗ്ഷണൽ ഫോർമാറ്റിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് അതിനെ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് നമ്മൾ പറയും. സോ ബേസിക്കലി ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് തന്നിരിക്കുന്ന നമ്പർ ഓഫ് ഇൻപുട്സ് വെച്ചുകൊണ്ട് ഏറ്റവും മാക്സിമം എമൗണ്ട് ഓഫ് ഔട്ട്പുട്ട് എത്ര പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഡിനോട്ട് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലായി. ഇനി എന്താണ് എഞ്ചിനീയറിംഗ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ മുമ്പിൽ എഞ്ചിനീയറിംഗ് എന്നൊരു വേർഡ് ആഡ് ചെയ്തിരിക്കുന്നത് തന്നെ എഞ്ചിനീയറിംഗ് ആസ്പെക്ട്സിനെ എങ്ങനെ ഇക്കണോമിക് ഇഷ്യൂസിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഹോളസ് ബി ചെനറി ആണ് എഞ്ചിനീയറിംഗ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എഞ്ചിനീയറിംഗ് പ്രൊഡക്ഷൻ ഫംഗ്ഷനെ ചെനറി ഡിഫൈൻ ചെയ്തത് ഔട്ട്പുട്ട് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എഞ്ചിനീയറിംഗ് വേരിയബിൾസ്, ദാറ്റ് ഈസ് ദ ക്വാളിറ്റീസ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻപുട്സ്. അതായത് എഞ്ചിനീയറിംഗ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നുള്ളത് ഫിസിക്കൽ ഇൻപുട്സും ഫിസിക്കൽ ഔട്ട്പുട്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ അതിൽ ഉപയോഗിക്കുന്ന ഓരോ ഇൻപുട്ടിനും ഒരു വെക്ടർ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് എന്നാണ് ചെനറി എഞ്ചിനീയറിംഗ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിലൂടെ പറയുന്നത്. അതായത് ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓരോ ഇൻപുട്ടും എടുത്തു നോക്കുകയാണെങ്കിൽ ആ ഓരോ ഇൻപുട്ടിനും ഓരോ വെക്ടർ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഈ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം ഫിസിക്കലി റെലവെന്റ് യൂണിറ്റ്സ് ആയിരിക്കും. ഫീച്ചേഴ്സ് സച്ച് ആസ് ഹാർഡ്നെസ്, പ്യൂരിറ്റി, സ്ട്രെങ്ത്, ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സ് ആണ് ഓരോ ഇൻപുട്സിനും ഉണ്ടോ എന്ന് എഞ്ചിനീയറിംഗ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ പെന്നിന്റെ പ്രൊഡക്ഷൻ നമുക്ക് നോക്കാം. പെൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി റോ മെറ്റീരിയൽസ് വേണം. അതായത് പെന്നിന്റെ ഔട്ടർ കേസിംഗ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട പ്ലാസ്റ്റിക്, നിബ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട മെറ്റൽ, അതുപോലെ ഇങ്ക്. സോ ഇത്തരത്തിൽ പെൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട റോ മെറ്റീരിയൽസ് വേണം. ഒപ്പം പെൻ എന്ന ഫൈനൽ ഔട്ട്പുട്ടിലോട്ട് എത്തിക്കാൻ വേണ്ടി ലേബറേഴ്സിന്റെയും ക്യാപിറ്റൽ ഗുഡ്സിന്റെയും ആവശ്യം വരുന്നുണ്ട്. സോ ഈ പ്രൊഡക്ഷൻ ഓഫ് പെന്നിന്റെ ഇക്കണോമിക് ഫംഗ്ഷൻ ആണ് നോക്കുന്നതെങ്കിൽ എത്ര എമൗണ്ട് ഓഫ് റോ മെറ്റീരിയൽസ് ആണ് മേടിച്ചിരിക്കുന്നത്, എത്ര നമ്പർ ഓഫ് ലേബറേഴ്സിനെ ഹയർ ചെയ്തു, ആ ലേബറേഴ്സ് എത്ര മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ട്, എത്ര ക്യാപിറ്റൽ ഗുഡ്സിനെയാണ് ഹയർ ചെയ്തിരിക്കുന്നത്, ഇത്തരം കാര്യങ്ങളാണ് ഇക്കണോമിക് ഫംഗ്ഷനിൽ നോക്കുന്നത്. അതേസമയം പ്രൊഡക്ഷൻ ഓഫ് പെന്നിന്റെ എഞ്ചിനീയറിംഗ് ഫംഗ്ഷനിൽ നോക്കുന്നത് ഫിസിക്കലി റെലവെന്റ് യൂണിറ്റ്സ്, അതായത് ആ റോ മെറ്റീരിയൽസിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നോക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടു റോ മെറ്റീരിയൽസ് ആയ ഔട്ടർ കേസിംഗിന് വേണ്ട പ്ലാസ്റ്റിക് എന്ത് ക്വാളിറ്റി പ്ലാസ്റ്റിക് ആയിരിക്കണം, അതേപോലെ പെന്നിന്റെ നിബ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റൽ അത് എന്ത് ക്വാളിറ്റി ആയിരിക്കണം, എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ടാവണം, അതേപോലെ ഇങ്ക് യൂസ് ചെയ്യുന്ന ഇങ്ക് ഏത് ക്വാളിറ്റിയുടെ ആയിരിക്കണം. ഇത്തരം ഇൻപുട്സിന്റെ ഫീച്ചേഴ്സിനാണ് എഞ്ചിനീയറിംഗ് ഫംഗ്ഷൻസിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എഞ്ചിനീയറിംഗ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻസിൽ ഈ പറഞ്ഞ ഫീച്ചേഴ്സ് ആയ ക്വാളിറ്റി, പ്യൂരിറ്റി, സ്ട്രെങ്ത് ഇതിലെല്ലാം മാറ്റം വരുന്ന അനുസരിച്ച് ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന ചെലവിനും മാറ്റം വരും. ഇത്രയും മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എഞ്ചിനീയറിംഗ് പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ ഡയഗ്രത്തിലോട്ട് കടക്കാം. എക്സ് ആക്സിസിൽ ലേബറും വൈ ആക്സിസിൽ ക്യാപിറ്റലുമാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. എഞ്ചിനീയറിംഗ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻസ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ എ ലിമിറ്റഡ് നമ്പർ ഓഫ് മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഈ ഡയഗ്രത്തിൽ P1, P2, P3, P4 എന്ന് കാണിക്കുന്ന റേസ് ആണ് ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ. P1 എന്ന പ്രൊഡക്ഷൻ മെത്തേഡിൽ ഒരു പെർട്ടിക്കുലർ ലെവൽ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എത്ര ലേബറും എത്ര യൂണിറ്റ്സ് ഓഫ് ക്യാപിറ്റലും യൂസ് ചെയ്തിട്ടുണ്ട് എന്നറിയാനായിട്ട് ആ P1 എന്ന പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഒരു പോയിന്റ് എടുത്തിട്ട് ആ പോയിന്റിൽ നിന്നും എക്സ് ആക്സിസിലോട്ടും വൈ ആക്സിസിലോട്ടും ടച്ച് ചെയ്യുന്ന രീതിയിൽ സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കുമ്പോൾ എത്ര യൂണിറ്റ്സ് ഓഫ് ലേബർ ആൻഡ് എത്ര യൂണിറ്റ്സ് ഓഫ് ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ P2, P3 ആൻഡ് P4 എന്ന ഡിഫറെന്റ് പ്രൊഡക്ഷൻ മെത്തേഡ്സിൽ ഒരു പോയിന്റ് എടുത്താൽ ആ പോയിന്റിൽ, അതായത് ആ ലെവൽ ഓഫ് ഔട്ട്പുട്ടിൽ എത്ര യൂണിറ്റ്സ് ഓഫ് ലേബർ ആൻഡ് എത്ര യൂണിറ്റ്സ് ഓഫ് ക്യാപിറ്റൽ യൂസ് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബൈ ഡ്രോയിങ് എ സ്ട്രെയിറ്റ് ലൈൻ ഫ്രം ദാറ്റ് പോയിന്റ് ടു ദി എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. ഇവിടെ പ്രൊഡക്ഷൻ ഐസോകോൺസ് കിങ്ക്ഡ് ആണ്. അതായത് ലേബർ ആൻഡ് ക്യാപിറ്റൽ തമ്മിൽ ലിമിറ്റഡ് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ആണ് ഉള്ളത്. ഒരു സ്മൂത്ത് കോൺവെക്സ് ഐസോകോണിൽ കാണുന്നത് പോലെ കൂടുതൽ ലേബർ ഉപയോഗിക്കുമ്പോൾ ക്യാപിറ്റലിന്റെ അളവ് കുറച്ചും അല്ലെങ്കിൽ കൂടുതൽ ക്യാപിറ്റൽ ഉപയോഗിക്കുമ്പോൾ ലേബറിന്റെ അളവ് കുറച്ചുകൊണ്ടും ഒരു സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ മെത്തേഡ് അല്ല ഇവിടെ കാണുന്നത്. മറിച്ച് ലേബറിന് പകരം ക്യാപിറ്റലും ക്യാപിറ്റലിന് പകരം ലേബറും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് ലിമിറ്റഡ് ആണ്. ലേബറും ക്യാപിറ്റലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് ആ കിങ്സിൽ മാത്രമായിരിക്കും.
ഇപ്പോൾ ഈ ഡയഗ്രത്തിൽ നോക്കുകയാണെങ്കിൽ 4 പ്രൊഡക്ഷൻ മെത്തേഡ്സ് ഉണ്ട്. P1, P2, P3 ആൻഡ് P4. P1 എന്ന പ്രൊഡക്ഷൻ മെത്തേഡ് നോക്കുകയാണെങ്കിൽ 5 യൂണിറ്റ്സ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് 2 യൂണിറ്റ്സ് ഓഫ് ലേബർ ആണ് P1 എന്ന പ്രൊഡക്ഷൻ മെത്തേഡിൽ ആ പെർട്ടിക്കുലർ ലെവൽ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന ഇൻപുട്സ് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. P2-ലാകട്ടെ 3 യൂണിറ്റ്സ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് 3 യൂണിറ്റ്സ് ഓഫ് ലേബർ ആണ് ആ സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന ഇൻപുട്സ് എന്ന് വിചാരിക്കാം. ഇനി P3 എന്ന പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ആ സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സപ്പോസ് 2 യൂണിറ്റ്സ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് 4 യൂണിറ്റ്സ് ഓഫ് ലേബർ ആണ് ആവശ്യമായിട്ട് വരുന്നത് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. സോ ഇവിടെ P1 എന്ന പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ആ സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത ലേബർ ക്യാപിറ്റൽ കോമ്പിനേഷൻ അല്ല P2 എന്ന പ്രൊഡക്ഷൻ മെത്തേഡിൽ ആ സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലേബർ ക്യാപിറ്റൽ കോമ്പിനേഷൻ. അതായത് പ്രൊഡക്ഷൻ പ്രോസസ്സ് മാറുന്ന അനുസരിച്ച് ആ ലേബർ ക്യാപിറ്റൽ കോമ്പിനേഷനും മാറ്റം വരുന്നുണ്ട്. ഇനി P1 എന്ന പ്രൊഡക്ഷൻ മെത്തേഡിൽ തന്നെ ഒരു ഹയർ ലെവൽ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട ലേബർ ക്യാപിറ്റൽ കോമ്പിനേഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് ബോത്ത് ലേബർ ആൻഡ് ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നതിന്റെ അളവ് അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ലേബർ കുറച്ചിട്ട് ക്യാപിറ്റൽ കൂടുകയും അല്ലെങ്കിൽ ക്യാപിറ്റലിന്റെ അളവ് കുറച്ച് ലേബർ കൂടുകയും അല്ല ചെയ്യുന്നത്. ഇനി അതല്ല ക്യാപിറ്റലിന്റെ അളവ് കുറച്ച് ലേബറിന്റെ അളവാണ് കൂടുതൽ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ പ്രൊഡക്ഷൻ മെത്തേഡ് P1-ൽ നിന്നും P2-ലോട്ട് മാറുന്നതായിട്ട് കാണാം. അതായത് എൻറ്റയർ പ്രൊഡക്ഷൻ മെത്തേഡ് തന്നെ അവിടെ മാറുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഫാക്ടർ സബ്സ്റ്റിറ്റ്യൂഷൻ ആ കിങ്സിലാണ് സംഭവിക്കുന്നത്. ഇത്തരത്തിൽ കിങ്ക്ഡ് ഐസോകോൺ വരാൻ കാര്യം ലിമിറ്റഡ് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റലിനോടൊപ്പം തന്നെ ലിമിറ്റഡ് മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷനും ഉള്ളതുകൊണ്ടാണ്. സോ ഒരു ഫേം ഇത്തരത്തിൽ ലിമിറ്റഡ് പ്രൊഡക്ഷൻ മെത്തേഡ്സ് ഉള്ളപ്പം ഏത് പ്രൊഡക്ഷൻ മെത്തേഡ് ആയിരിക്കും ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഏത് കോമ്പിനേഷൻ ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ ആയിരിക്കും ചൂസ് ചെയ്യുക? ഒരു ഫേം എപ്പോഴും ഓപ്റ്റിമൽ കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സേ ചൂസ് ചെയ്യുള്ളൂ ബേസ്ഡ് ഓൺ ദി ഫാക്ടർ പ്രൈസസ്. ഇത്തരത്തിൽ ഒരു ഓപ്റ്റിമം ഫാക്ടർ കോമ്പിനേഷൻ ചൂസ് ചെയ്യാൻ ഒരു ഫേമിന്റെ മുമ്പിൽ 2 ചോയ്സസ് ഉണ്ട്. ഒന്ന് മാക്സിമൈസിങ് ഔട്ട്പുട്ട് ഫോർ എ ഗിവൺ കോസ്റ്റ്, 2 മിനിമൈസിങ് കോസ്റ്റ് ഫോർ എ ഗിവൺ ഔട്ട്പുട്ട്. അതായത് ഫേംസിന്റെ ചെലവ് തന്നിരിക്കെ ആ ചെലവിന്റെ ഉള്ളിൽ ഒതുങ്ങിക്കൊണ്ട് വേണം മാക്സിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ. അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ഒരു ഗിവൺ ലെവൽ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. ഈ 2 കേസസും കൺസ്ട്രെയിൻഡ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കേസസ് ആണ്. ഈ 2 കേസസിന്റെയും ഡീറ്റെയിൽഡ് വീഡിയോയുടെ ലിങ്ക് ഐകാർഡിൽ ഇട്ടേക്കാം. സോ എഞ്ചിനീയറിംഗ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻസിലും ഇത്തരത്തിൽ ലിമിറ്റഡ് നമ്പർ ഓഫ് മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ ഐസോകോൺസ് കിങ്ക്ഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ആ സ്ട്രെയിറ്റ് സെഗ്മെന്റ്സിൽ എന്താണ് സംഭവിക്കുന്നത്? പ്രൊഡക്ഷൻ ഐസോകോണിന്റെ സ്ട്രെയിറ്റ് സെഗ്മെന്റ്സിൽ ആ 2 പ്രൊഡക്ഷൻ മെത്തേഡ്സിന്റെയും കോമ്പിനേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. സോ പ്രൊഡക്ഷൻ ഐസോകോൺസിന്റെ സ്ട്രെയിറ്റ് സെഗ്മെന്റ്സിൽ 2 പ്രോസസ്സിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നടക്കുന്നത്. അതായത് 2 പ്രോസസ്സും കൂടെ കമ്പൈൻ ചെയ്ത് ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുമ്പം അവിടെ ഇൻഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫാക്ടേഴ്സ് തന്നെയാണ് നടക്കുന്നത്. അടുത്തതാണ് എഞ്ചിനീയറിംഗ് കോസ്റ്റ്. എഞ്ചിനീയറിംഗ് കോസ്റ്റ് എഞ്ചിനീയറിംഗ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ നിന്ന് തന്നെയാണ് ഡെറൈവ് ചെയ്യുന്നത്. പ്രൊഡക്ഷൻ എവിടെ നടന്നാലും അവിടെ കോസ്റ്റ് ഉണ്ടാവും. സോ എഞ്ചിനീയറിംഗ് കോസ്റ്റ് എന്നുള്ളത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു പെൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് എന്തൊക്കെ കോമ്പണൻസ് ആണ് വരുന്നത്? അതിന്റെ ഔട്ടർ കേസിംഗ്, അതിന്റെ റീഫിൽ, അതിന്റെ ക്യാപ്പ്, അതിന്റെ നിബ്, ഇത്തരത്തിൽ പല കോമ്പണൻസും കൂടെ കൂടിയിട്ടാണ് ഒരു ഫൈനൽ ഔട്ട്പുട്ടായ പെൻ നമ്മുടെ കയ്യിലോട്ട് വരുന്നത്. സോ ഒരു പെൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫേം ഈ പറയുന്ന കോമ്പണൻസ് എല്ലാം സെപ്പറേറ്റ് ആയിട്ടായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഓരോ കോമ്പണൻസും പ്രൊഡ്യൂസ് ചെയ്ത് അതിനെ അസംബിൾ ചെയ്തിട്ടാണ് ഫൈനൽ പെൻ എന്നുള്ള ഫോമില് കൺസ്യൂമേഴ്സിന്റെ കയ്യിൽ എത്തിക്കുന്നത്. സോ ഇവിടെ പെൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ആ ഓരോ കോമ്പണൻസിന്റെ പ്രൊഡക്ഷനെയും ഓരോ സബ് ആക്ടിവിറ്റി ആയിട്ടാണ് കാണുന്നത്. സോ ആദ്യം തന്നെ പെന്നിന്റെ ഔട്ടർ കേസിംഗ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എത്ര റോ മെറ്റീരിയൽസ്, എത്ര ക്യാപിറ്റൽ ആൻഡ് ലേബറിന്റെ ആവശ്യം വരുന്നുണ്ട്, അതിൽ ഓരോ ലേബറിനും ഓരോ ക്യാപിറ്റലിനും കൊടുക്കേണ്ട പ്രൈസ്, ഫാക്ടർ പ്രൈസസ്, അതേപോലെ ആവശ്യമുള്ള റോ മെറ്റീരിയൽസ് മേടിക്കാൻ വേണ്ടി വരുന്ന പ്രൈസസ്, ഇതെല്ലാം കൂടെ കൂട്ടി വരുന്ന കോസ്റ്റ് ആണ് ആ ഒരു ഔട്ടർ കേസിംഗ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി വരുന്ന ഫേമിനുള്ള ചെലവ്. അതേപോലെ തന്നെ നിബ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സപ്പോസ് ഒരു 100 പെൻസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ആ 100 പെൻസിനും 100 നിബ്സ് പ്രൊഡ്യൂസ് ചെയ്യണം. ആ 100 നിബ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എത്ര റോ മെറ്റീരിയൽസ് വേണം, എത്ര ലേബറേഴ്സ് വേണം, എത്ര ക്യാപിറ്റൽ വേണം, ആ റോ മെറ്റീരിയൽസ് മേടിക്കാൻ എത്ര ചെലവുണ്ട്, ലേബറേഴ്സിന് വരുന്ന ചെലവ്, അതായത് വേജസ് എത്ര കൊടുക്കണം, ക്യാപിറ്റലിന് വരുന്ന ചെലവ്. സോ ആ 100 നിബ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന ലേബറേഴ്സും ക്യാപിറ്റൽ അതേപോലെ റോ മെറ്റീരിയൽസിന് വരുന്ന ചെലവുകൾ
ഘടകങ്ങളെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ആ 100 നിബ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ 100 പെൻസിന് വേണ്ട 100 പെൻ ക്യാപ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട റോ മെറ്റീരിയൽസ്, ലേബർ ക്യാപിറ്റൽ, ഇത്തരത്തിലുള്ള ഇൻപുട്സിന് വരുന്ന ഫാക്ടർ പ്രൈസസ് എത്രയാണ്, അതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോഴത്തേക്കിനും പെൻ ക്യാപ്സ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എത്രത്തോളം കോസ്റ്റ് ഫേമിന് വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ ഇത്തരത്തിൽ ഈ ഓരോ സബ് ആക്ടിവിറ്റീസിലും റോ മെറ്റീരിയൽസ്, ലേബർ, ക്യാപിറ്റൽ ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഈ പറയുന്ന റോ മെറ്റീരിയൽസ്, ലേബർ, ക്യാപിറ്റലിനെല്ലാം ഫാക്ടർ പ്രൈസസ് അല്ലെങ്കിൽ ഫേംസ് പേയ്മെന്റും നടത്തിയിട്ടുണ്ട്. സോ ഈ ഓരോ സബ് ആക്ടിവിറ്റീസിലും വരുന്ന കോസ്റ്റിനെ മൊത്തത്തിൽ ആഡ് ചെയ്യുമ്പോഴാണ് ഫൈനൽ എഞ്ചിനീയറിംഗ് കോസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ചെലവ് കിട്ടുന്നത്. ഫേംസ് അഡോപ്റ്റ് ചെയ്യുന്ന ഓരോ പ്രൊഡക്ഷൻ മെത്തേഡിനും ഓരോ കോസ്റ്റ് ആയിരിക്കും. ഒരു പെന്നിന്റെ കോമ്പണൻസ് ആയ ഔട്ടർ കേസിംഗ്, നിബ്, ക്യാപ്സ് ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസിന്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്ഷൻ ഓഫ് മെത്തേഡിൽ ഫേംസിന് ഉണ്ടാകുന്ന കോസ്റ്റ്. ഇപ്പൊ എടുക്കുന്ന റോ മെറ്റീരിയൽസ് എല്ലാം പുവർ ക്വാളിറ്റി ആണെങ്കിൽ ഫേംസിന് കോസ്റ്റും കുറവായിരിക്കും. ഹൈ ക്വാളിറ്റി റോ മെറ്റീരിയൽസ് എടുത്തിട്ടാണ്, ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക്, ഹൈ ക്വാളിറ്റി മെറ്റൽ ഒക്കെ എടുത്തിട്ടാണ് പെന്നിന്റെ കോമ്പണൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഫേംസിന്റെ കോസ്റ്റ് ഹൈ ആയിരിക്കും. സോ ഇത്തരത്തിൽ ഇൻപുട്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് മാറുന്ന അനുസരിച്ച് ഫേംസിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റിനും മാറ്റം വരും. സോ ഈ എല്ലാ ചെലവും കൂടെ കൂട്ടി, ഈ ഔട്ടർ കേസിംഗ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വന്ന ചെലവ് പ്ലസ് നിബ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വന്ന ചെലവ് പ്ലസ് റീഫിൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വന്ന ചെലവ്, ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ടാണ് ഫൈനൽ എഞ്ചിനീയറിംഗ് കോസ്റ്റ് എന്നുള്ള രീതിയിൽ ആ 100 പെന്നിന്റെ കോസ്റ്റ് അളക്കുന്നത്. ഇതിനെയാണ് എഞ്ചിനീയറിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എഞ്ചിനീയറിംഗ് കോസ്റ്റിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ഒന്നും തന്നെ എടുക്കുന്നില്ല. അതായത് ഒരു പെൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പെന്നിന്റെ പല കോമ്പണൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ആ ഓരോ കോമ്പണൻസും പ്രൊഡ്യൂസ് ചെയ്യാൻ വന്ന റോ മെറ്റീരിയൽസും മറ്റു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും വന്ന ചെലവ്, ഇത്തരത്തിൽ പ്രൊഡക്ഷൻ കോസ്റ്റുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ. അതല്ലാതെ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്, അതായത് ടെക്നിക്കൽ കോസ്റ്റ്, മാനേജറിയൽ കോസ്റ്റ്, ഓൺട്രപ്രനോറിയൽ സ്കിൽസ്, ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ എഞ്ചിനീയറിംഗ് കോസ്റ്റിൽ കൺസിഡർ ചെയ്തിട്ടില്ല. സോ നോർമലി എക്കണോമിക്സിൽ ടോട്ടൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര ലേബർ വേണം, എത്ര ക്യാപിറ്റൽ വേണം, ഇത്തരത്തിൽ എത്ര ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വേണം എന്ന് പറഞ്ഞു മാത്രമാണ് നിർത്താറ്. പക്ഷേ എഞ്ചിനീയറിംഗ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോസ്റ്റ് എന്ന് പറയുമ്പം ആ ടോട്ടൽ ഔട്ട്പുട്ടിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന പല സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ ഓരോ സ്റ്റേജിലും എത്രത്തോളം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് അതിന് വരുന്ന കോസ്റ്റ് അത് കണക്ക് കൂട്ടി അത്തരത്തിൽ എല്ലാ സ്റ്റേജസിലും വന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് വരുന്ന ചെലവുകൾ കണക്ക് കൂട്ടിയിട്ടാണ് ഫൈനൽ ഔട്ട്പുട്ടിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. അതിനെയാണ് ഇവിടെ എഞ്ചിനീയറിംഗ് ആസ്പെക്ട്സിനെ നമ്മൾ എക്കണോമിക്സിലോട്ട് അപ്ലൈ ചെയ്യുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു എക്സ്പ്ലനേഷൻ വരുന്നത്. ഇതിനെയാണ് എഞ്ചിനീയറിംഗ് പ്രൊഡക്ഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്.